ശ്വാസം, നീ എൻ്റെ സ്നേഹിതനും, നീ എനിക്കെല്ലാമല്ലോ. നീ എൻ്റെ സങ്കേതം, നീ എനിക്കാശ്വാസം, നീ എൻ്റെ സ്നേഹിതനും, നീ എനിക്കെല്ലാമല്ലോ. സങ്കേതം, നീ എനിക്കാശ്വാസം, നീ എൻ്റെ സ്നേഹിതനും, നീ എനിക്കെല്ലാമല്ലോ. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ ഹോളിലായിരിക്കുന്ന, ഈ ശബ്ദപരിധിയിലായിരിക്കുന്ന സകലരെയും അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളോട് കൂട്ടായിരിക്കട്ടെ, നിങ്ങളെ സഹായിക്കട്ടെ. ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ കർത്താവ് നമ്മളോട് കൂടെ ഉണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു പർട്ടിക്കുലർ ഭാഗമുണ്ട്. ആ ഭാഗവുമായുള്ള ബന്ധത്തിലാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഡു നോട്ട് ബി എ ബാരൻ വൈഫ്, ബട്ട് ബി എ ഫ്രൂട്ട്ഫുൾ വൈഫ്. ഒരു മച്ചിയായ ഭാര്യയായിരിക്കാതെ ഫലമുള്ള ഭാര്യയാവുക. ഇന്ന് ലോകത്തിലെ സഭകളോട് കർത്താവ് യേശുവിന് പറയാനുള്ളത്, ഒരു മച്ചിയായ ഭാര്യയായിരിക്കാതെ ഫലമുള്ള ഭാര്യയായിരിക്കുക. കർത്താവ് യേശു കാന്തനും സഭ കാന്തയുമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആദത്തിന് ദൈവം ഒരു തുണയെ ഉണ്ടാക്കി കൊടുത്തത് ആദത്തിൻ്റെ വാരിയൽ ഊരിയാണെങ്കിൽ, കർത്താവ് യേശു തനിക്കൊരു തുണയെ ഉണ്ടാക്കിയത് തൻ്റെ അവസാന തുള്ളി രക്തം കൊടുത്തിട്ടാണ്. അങ്ങനെ തൻ്റെ അവസാന തുള്ളി രക്തം കൊടുത്തിട്ട് ഇതാ കർത്താവ് സഭയെ സമ്പാദിച്ചു. ദൈവത്തിൻ്റെ വചന അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം 28-ാം വാക്യം പറയുകയാണ്, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്പ്പാൻ. തൻ്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചതാ. ഗ്ലോറി. ഒന്നാം ആദം എല്ല് കൊടുത്താണ് എങ്കിൽ ഒടുക്കത്തെ ആദം തൻ്റെ രക്തം കൊടുത്താ നേടിയത്. ഈ സഭ തൻ്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭയാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കാന്ത. ഗ്ലോറി. അപ്പോൾ എന്തിനാണ് ഈ കാന്തയുമായുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്? പല മേഖലയിലും പല എക്സാമ്പിൾസാ. ചിലയിടത്ത് ബിൽഡിംഗ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു, ചിലയിടത്ത് കാന്തയായിട്ട് പറഞ്ഞിരിക്കുന്നു, ചിലയിടത്ത് കൃഷിയായിട്ട് പറഞ്ഞിരിക്കുന്നു. എല്ലാറ്റിനും അർത്ഥമുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് സഭയെ കാന്തയായിട്ട് പറഞ്ഞിരിക്കുന്നത്? എഫെസ്യർ 5-ാം അധ്യായം 25 മുതൽ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ഇതാ ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചാണ് പറയുന്നത്. കാന്തയായിട്ടാണ്, ഒരു വൈഫായിട്ടാണ് സഭയെ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, എന്താണ് ഈ കാന്ത ചെയ്യേണ്ടത്? എന്താണ് ഈ കർത്താവിൻ്റെ ഈ വൈഫ് എന്ന തലത്തിൽ നിൽക്കുന്ന സഭ ചെയ്യേണ്ടത്? ആക്ച്വലി ഈ സഭയുടെ പർപ്പസ് എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ ഒരു വൈഫിൻ്റെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ സഭയുടെ പർപ്പസ് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഇന്നൊരു വൈഫിൻ്റെ പർപ്പസ് അനേക ഭാര്യമാർക്ക് അറിഞ്ഞുകൂടാ. അതറിയാത്ത തലത്തിൽ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നാം അതിനെ മിസ്യൂസ് ചെയ്യുവാൻ, അതിനെ അബ്യൂസ് ചെയ്യുവാനായിട്ട് ഇടയാകും. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ
ദൈവവചനം പ്രസംഗിക്കുന്ന ഒരു സഹോദരൻ എന്നോട് പറഞ്ഞൊരു കാര്യം, എൻ്റെ ഭാര്യയോടൊന്നും എനിക്ക് പറയാൻ വയ്യ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഡൈവോഴ്സ് ചെയ്യും മനുഷ്യ എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏത് സമയം എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഡൈവോഴ്സ് ചെയ്യേ. ഞാൻ ചോദിച്ചു എപ്പോൾ മുതലാണ് അങ്ങനെ സംഭവിച്ചത്? അദ്ദേഹം എന്നോട് പറഞ്ഞത്, വീട്ടിലെ ഒരു ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ വന്നപ്പോൾ ഞാൻ ഈ ഭാര്യയെ ഒരു ജോലിക്ക് പോകാനായിട്ട് അയച്ചു. അന്ന് മുതലാണ് ഈ ഒരു സംഭവം തുടങ്ങിയത്. അപ്പോൾ എൻ്റെ അകത്ത് അദ്ദേഹത്തോട് പറയാൻ ദൈവത്തിൻ്റെ ആത്മാവ് ക്രമപ്പെടുത്തിയത് ഇങ്ങനെയാണ്. പ്രിയ സഹോദര, ഈ ഭാര്യ എന്താണെന്ന് ഭാര്യയ്ക്ക് അറിഞ്ഞുകൂടാ, എന്തിനാണ് ഭാര്യ എന്ന്. അപ്പോൾ അങ്ങനെയുള്ളൊരു തലത്തിൽ പ്രത്യേകിച്ച് സഹോദരി അങ്ങനെ ചെയ്യുന്നതിൽ അത്ഭുതമൊന്നുമില്ല. അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു, ഇതാ ഈ ശബ്ദപരിധിയിലായിരിക്കുന്ന ഇവിടെ ആയിരിക്കുന്ന സഹോദരിമാരും അതോടൊപ്പം തന്നെ ഭാര്യ എന്തിനാണെന്ന് സഹോദരന്മാരും ആദ്യം അറിഞ്ഞിരിക്കുക. ഭാര്യ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നതെങ്കിൽ അത് അറിയാൻ ബുദ്ധിമുട്ടാ. പകരം ആദ്യമായിട്ട് ഈ സ്ത്രീകളുടെ പേര്, ഭാര്യമാരുടെ പേര് ഭാര്യമാരെന്നായിരുന്നില്ല, വേറെ പേരിലാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. ആ പേരിൽ അറിയപ്പെടുന്നുവെങ്കിൽ എളുപ്പമാണ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ദൈവം ആദ്യം ഈ ഭാര്യ എന്നുള്ള പേരിലല്ല ഹവ്വയെ ഉണ്ടാക്കിയേ, വേറൊരു പേരില, പണിയുമായി ബന്ധപ്പെട്ട പേരില. അതിലറിയപ്പെടുന്നിരുന്നുവെങ്കിൽ ഈ വലിയ വിഷയങ്ങൾ ഉണ്ടാവൂലായിരുന്നു. ഭാര്യ എന്നുള്ള പേര് വന്ന ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 20-ന് ശേഷമാണ്. എന്നാൽ അതിനു മുമ്പ് പേര് വേറെയായിരുന്നു. ആ പേരിൽ അറിയപ്പെടുന്നിരുന്നുവെങ്കിൽ ഈ വിഷയങ്ങളില്ല. അതിനു മുമ്പ് പേരെന്നാന്നറിയാമോ? ഹെൽപ്പ് എന്നായിരുന്നു. ഹെൽപ്പ് എന്നായിരുന്നു. ഭാര്യ എന്നല്ല ആദ്യത്തെ പേര് ഹെൽപ്പ് എന്നാ. പണിയുമായി ബന്ധപ്പെട്ട പേരെ കൊടുത്തേ. തുടർന്നും ദൈവം വിളിച്ചപ്പോൾ രണ്ടാമതും വിളിച്ചു ഹെൽപ്പ് എന്ന്. മൂന്നാമതാണ് ആദം വുമൺ എന്ന് പേരിട്ടിട്ട്, സ്ത്രീ എന്ന് പേരിട്ടിട്ട് ആ സ്ത്രീക്ക് വൈഫ് എന്ന് പേരായത്. ഗ്ലോറി. അപ്പോൾ ഈ ഒരു സംഭവം ആദ്യം തന്നെ ഓർക്കുന്നുവെങ്കിൽ അനുസരണമുള്ള ധാരാളം സഹോദരിമാരുണ്ട്. അവർക്ക് ദൈവം വെച്ച പർപ്പസ് എന്താണെന്ന് മനസ്സിലാകും. ദൈവത്തിന്റെ വചനം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 18-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ എഴുതി വച്ചിരിക്കുകയാണ്, അനന്തരം യഹോവയായ ദൈവം മനുഷ്യന് ഏകനായിരിക്കുന്ന നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണ, ഇംഗ്ലീഷിൽ ഹെൽപ്പ്, തക്കതായൊരു ഹെൽപ്പിനെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. എന്താ ഉണ്ടാക്കി കൊടുക്കുന്നത്? ഹെൽപ്പിനെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ദൈവം തക്കതായ ഒരു ഹെൽപ്പിനെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു അർത്ഥം സഹോദരിമാരുടെ അകത്തേക്ക് ആദ്യം തന്നെ വരുന്നുവെങ്കിൽ ഇത് നല്ലതായിരിക്കും. പക്ഷെ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഇത് വളരെ ഡിഫിക്കൽട്ടാണ്, വളരെ പ്രയാസകരമാണ്. ദൈവത്തിൻ്റെ ചിന്തകൾ മനുഷ്യരുടെ ഉള്ളിലില്ല. തക്കതായ ഒരു തുണ, തക്ക സഹായി. ഇവിടെ ഭാര്യയല്ല, സഹായി എന്നാണ് ദൈവം പേരിട്ടിരിക്കുന്നത്. ഗ്ലോറി. ഇപ്പോഴും ഭാര്യ എന്ന് അടുത്തവൻ പേരിടുന്നില്ല. എന്നിട്ടും ദൈവം സഹായം അന്വേഷിക്കുന്നത് എവിടെയാണ്? ഇതാ മൃഗങ്ങളിൽ നിന്ന് കിട്ടുമോ എന്നാണ് ദൈവം ആദ്യം നോക്കുന്നത്. മൃഗങ്ങളിൽ നിന്ന് കിട്ടുമോ എന്ന് ഇതാ അവിടെ എഴുതി വച്ചിരിക്കുകയാണ്. തുടർന്ന് മൃഗങ്ങളെല്ലാം ആദത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നു, ആദം അവയ്ക്ക് പേരിട്ട് വിട്ടു. അതിന്റെ 20-ാം വാക്യം പറയാണ്, മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു, എങ്കിലും മനുഷ്യന് തക്ക ഒരു ഹെൽപ്പിനെ കിട്ടിയില്ല. ഗ്ലോറി. ഈ മൃഗങ്ങളിൽ നിന്ന് ഒരു ഹെൽപ്പിനെ മനുഷ്യന് കിട്ടിയില്ല. ഗ്ലോറി. തുടർന്നാണ്, അപ്പോഴും ദൈവം പേരിട്ടേക്കണ ഹെൽപ്പ് എന്ന് തന്നെയാണ്. തുടർന്നാണ് ഇതാ താഴേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, ആകയാൽ യഹോവയായ ദൈവം മനുഷ്യനൊരു ഗാഢനിദ്ര വരുത്തി, അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയലികളിൽ ഒന്നെടുത്ത് അതിനു പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഗ്ലോറി.
മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്നു അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്നും മാംസവുമാകുന്നു. ഇവളെ നരലിൽ നിന്ന് എടുത്തിരിക്കിയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകും. ആരാ പേരിടുന്നേ? ആദമാ. അതിന്റെ അർത്ഥം എന്താ? ഈ ഓണർഷിപ്പ് ദൈവം കൊടുത്തിരിക്കുന്ന ആദത്തിന്. ഓണറാണ് പേരിടുന്നത്. ഗ്ലോറി. അതുകൊണ്ടാണ് സാറയെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത്, സഹോദരിമാരെ നിങ്ങൾ ഇതുപോലെ ആയിരിക്കണം. സാറ അബ്രഹത്തെ ഓണർ, യജമാനനെ എന്ന് വിളിച്ച്. ഗ്ലോറി. കാരണം ആ സാറയ്ക്ക് അറിയാം ദൈവത്തിന്റെ ഹൃദയം എന്തിനാ ഉണ്ടാക്കിയേ, ഏതുപോലെ നിൽക്കണ്ടേ. ഗ്ലോറി. ഇതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു തന്റെ വചനത്തിലൂടെ പറയുന്നത്, ഇതാ ഭാര്യമാർ കർത്താവിനെന്നതുപോലെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണം. ഗ്ലോറി. അപ്പൊ ഈ തലം നാം മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു തലം മനസ്സിലാക്കി പ്രവർത്തിക്കുക. പിന്നെ ആ സഹോദരനോട് പറയാനായിട്ട് ഇടയായി, സഹോദര ഹെൽപ്പല്ലേ, ഹെൽപ്പല്ലേ. ഹെൽപ്പിനെ ആരെങ്കിലും തന്നെക്കാൾ ഉയർന്ന ആളെ ഹെൽപ്പിന് വെക്കുമോ? ഞാൻ പറഞ്ഞു കൊടുത്തു. ഒരു സഹോദരൻ എന്നോട് ഒരിക്കലും കടന്നു എന്ന് പറഞ്ഞു, എൻ്റെ സ്ഥാപനത്തിൽ ഈ ആളുകളൊക്കെ പെട്ടെന്ന് പിരിഞ്ഞു പോകുന്നു. ഞാൻ അവരെ എൻ്റെ സഹായത്തിന് വേണ്ടി എടുക്കുന്നതാണ്, പക്ഷെ അവർ പെട്ടെന്ന് തിരിഞ്ഞു പോയിട്ട് എന്നെ പോലെ തന്നെ വേറൊരു കോൺട്രാക്ടിങ് കമ്പനി അവർ തുടങ്ങുന്നു. എനിക്കൊരു ഹെൽപ്പിനാണ് ഞാൻ അവരെ വെച്ചത്, പക്ഷേ എനിക്ക് ഹെൽപ്പിന് ഞാൻ അവരെ വെച്ചു. പക്ഷെ കുറച്ച് ദിവസത്തിനുള്ളിൽ അവരെ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തിട്ട് അവർ അടുത്ത് തുടങ്ങുന്നു. അതിൻ്റെ അർത്ഥം ഹെൽപ്പ് എപ്പോഴും മെയിൻ ഓപ്പറേറ്ററേക്കാൾ, യജമാനേക്കാൾ കുറഞ്ഞിരിക്കണം, ചെറുതായിരിക്കണം. ക്ലോറേ. എന്ന് ഹെൽപ്പും മുതലാളിയുടെ ഒപ്പം വളരുമോ അന്ന് ഹെൽപ്പ് അല്ലാതെയായി മാറും, മാനേജറോ മറ്റൊരു മുതലാളിയോ ആയിത്തീരും. ഇതുകൊണ്ടല്ലേ ദൈവത്തിന്റെ വചനവും പറയുന്നത്, സഹോദരന്മാരെ സ്ത്രീകൾ ബലമുള്ള പാത്രമെന്ന് അറിഞ്ഞ്, എങ്ങനെയാണോ പറയുന്നത്? എല്ലാം ഉണ്ടാക്കിയ ദൈവത്തിനെ അറിയാം. ഞാൻ എങ്ങനെയാ ഉണ്ടാക്കിയേ? നിങ്ങളെക്കാൾ ബലം കുറച്ചാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം അല്ലെങ്കിൽ സഹായി മാനേജറായി പോവും. ഗ്ലോറി. ഞാൻ ബലം കുറച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ സാധാരണ ഒരു 95% ഭാര്യയും ഭർത്താവും കൂടെ നടക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞ അപ്പം തന്നെ, അതിന് ശേഷമല്ല. സഹോദരന്മാരെക്കാളും പൊക്കം കുറവായിരിക്കും സഹോദരിമാർക്ക്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തേ ദൈവം അങ്ങനെ ചെയ്തേ? എല്ലാ അർത്ഥത്തിലും കുഞ്ഞെ നീ ഒരല്പം താണിരിക്കണം. കാരണം നീ ആരാ? സഹായിയാ. അപ്പൊ നിന്റെ അകത്തും തോന്നണം നീ ഒരു സഹായിയാണ് എന്ന്. എല്ലാ പഠിത്തത്തിൽ, ജ്ഞാനത്തിൽ, ചിന്തയിൽ, ശരീരത്തിൽ, ആരോഗ്യത്തിൽ നീ വലുതായാൽ നിനക്ക് സഹായിക്കാൻ പറ്റില്ല. കാരണം നീ വലിയതാ. ഗ്ലോറി. ഹല്ലേലൂയ. ഈ സഹോദരന്റെ ITക്കാരൻ സഹോദരൻ ബിക്കാരൻ ഹെൽപ്പറെ വയ്ക്കുകയാണ്. ഗ്ലോറി. എങ്ങനെ ഇദ്ദേഹത്തിന് ഹെൽപ്പറായിരിക്കാൻ പറ്റും? ഇതാ ചില ദിവസങ്ങൾക്കുള്ളിൽ ഇദ്ദേഹത്തിന്റെ ടെക്നിക്സ് പഠിച്ചെടുത്ത് ഇദ്ദേഹം അടുത്ത കമ്പനി തുടങ്ങും. ഹെൽപ്പറായിരിക്കാൻ പറ്റില്ല. ഇതുകൊണ്ടാണ് സഹോദരങ്ങളെ കൗൺസിലിങ്ങിന് വരുമ്പോൾ അവരോട് പറയുന്നത്, വിവാഹവുമായിട്ടുള്ള ബന്ധത്തിൽ കൗൺസിലിങ്ങിന് വരുമ്പോൾ പറയുന്നത്, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ ലെവലിൽ താഴെയുള്ള ഒരു വ്യക്തിയെ ഹെൽപ്പറായിട്ട് സെലക്ട് ചെയ്യുക, വൈഫായിട്ട് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ജീവിതം ഐശ്വര്യമായിരിക്കും. അല്ല നിങ്ങളുടെ ലക്ഷ്യം പണമോ മറ്റു വല്ലതോ ആണെങ്കിൽ നിങ്ങൾക്ക് ഉയരത്തിലുള്ള സെലക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്കൊരു ഹെൽപ്പറായി വീട്ടിലിരിക്കാം. അവർ പോയി കാര്യങ്ങളെ നടത്തി കൊണ്ടുവരും. പക്ഷേ നിങ്ങൾക്ക് നിത്യമായതൊരു നാണക്കേട് ആയി തീരുവാനായിട്ട് ഇടയാകും. ചോയ്സ് നമുക്കാണ്. പക്ഷേ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്, എന്തിനാണ് ഈ ഭാര്യ? ഈ ഭാര്യ എന്തിനാണ്? ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരു വ്യക്തി കിങ്ഡം പ്രാപിക്കണമെങ്കിൽ അതിന് 5 സ്റ്റെപ്പുകളുണ്ട്. 5 സ്റ്റെപ്പുകളുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ അറിയാം ഈ 5 സ്റ്റെപ്പുകൾ. ദൈവരാജ്യവുമായുള്ള ബന്ധത്തിൽ ഇതാ നാം ഈ ഭൂമിയിൽ ആയിരിക്കുന്നതിന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, കിങ്ഡം അവകാശമാക്കാനാ, ഡൊമീനിയൻ ഏറ്റെടുക്കാനാ. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ
28 വാക്യത്തിൽ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ദൈവം അവരെ അനുഗ്രഹിച്ചു. ഭാര്യയും ഭർത്താവും ഉണ്ട്. അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതികളുടെ മേലും സകല ഭൂചര ജന്തുവിന്റെ മേലും വാഴുവിൻ എന്ന് പറഞ്ഞു. ഡൊമീനിയൻ, അതാണ് വാഴുക എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് അർത്ഥം. ഡൊമീനിയൻ അതായത് വാഴ്ച, കിങ് ഡൊമീനിയൻ, രാജവാഴ്ച. നിങ്ങൾ സർവ്വഭൂമി മേലും രാജവാഴ്ച നടത്തുവിൻ. ഇതിന് 5 സ്റ്റെപ്പുകളുണ്ട്. നമ്മൾ ആ ഭാഗം ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് കാണുവാൻ പറ്റും. ഈ 5 സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇതാ ഈ 5 സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇതാ ആ പർട്ടിക്കുലർ വേർഡാണ് കൊടുത്തിരിക്കുന്നത്. 1, and God blessed them and God said unto them, be fruitful. ഒന്നാമത്തേത് ഫലമുള്ളവനായിരിക്കുക. ഫലമുള്ളവരായിരിക്കുക. ഗ്ലോറി, ഹല്ലേലൂയ. 2, മൾട്ടിപ്ലൈ, പെരുകുക. 3, റിപ്ലനിഷ്, നിറയുക. റിപ്ലനിഷ് ദ എർത്ത് ആൻഡ് സബ്ഡ്യൂ, കീഴടക്കുക, ജയം പ്രാപിക്കുക. അവർക്കാണ് അടുത്തത് ഡൊമീനിയൻ, ഭരണം. കിങ്ഡം അവർക്കാണ്. 5ാമത്തെ സ്റ്റെപ്പിലാണ് കിങ്ഡം പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. ഗ്ലോറി, 5ാമത്തെ സ്റ്റെപ്പിലാണ് വാഴ്ച, കിങ്ഡം പ്രാപിക്കാൻ പറ്റുന്നത്. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് 5 നിലയുള്ള ഒരു ബിൽഡിംഗ് നമുക്ക് സെന്റ് മാർട്ടിൻസ് ചർച്ചിൽ ചെന്നാൽ കാണാം. ഷാർജ സെന്റ് മാർട്ടിൻസ് ചർച്ചിൽ ഓരോ ഹോളിനും പേരുണ്ട്. ഇതേപോലെ നമുക്കിവിടെ ഓരോ നിലയിലും പേരിട്ട് കഴിഞ്ഞാൽ, ഈ 5 നിലയുള്ള ബിൽഡിങ്ങിൽ ഓരോ നിലയ്ക്കും പേരിട്ട് കഴിഞ്ഞാൽ ആദ്യത്തേതാണ് ഫ്രൂട്ട്ഫുൾ ഫ്ലോർ. അതായത് ഈ നിലയിലാണ് ഫൗണ്ടേഷൻ നിൽക്കുന്നത്. 1ാം നിലയാണ് ബാക്കി 4നെയും താങ്ങുന്നത്. ഗ്ലോറി, ബാക്കി 4നെയും താങ്ങുന്നത് ഫ്രൂട്ട്ഫുൾ. ഇതാണ് ആദ്യത്തോട് പറയുന്ന ബി ഫ്രൂട്ട്ഫുൾ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതാ കുഞ്ഞേ, ഫലം ഉള്ളവനാകുക. അതിന്റെ അർത്ഥം ഫലം നീ ഉള്ളവനാകാൻ നിന്റെ ഉള്ളിൽ ഞാൻ ഒന്ന് തന്നിട്ടുണ്ട്. ബി സീഡ്ഫുൾ എന്നല്ല പറഞ്ഞേ, ഫ്രൂട്ട്ഫുൾ. അതിന്റെ അർത്ഥം ദൈവം എന്ത് കൊടുത്തിട്ടുണ്ട്? ആദത്തിന്റെ ഉള്ളിൽ സീഡ്സ് കൊടുത്തിട്ടുണ്ട്. ആദത്തിന്റെ ഉള്ളിൽ വിത്ത് കൊടുത്തിട്ടുണ്ട്, ബീജം കൊടുത്തിട്ടുണ്ട്, സീഡ് കൊടുത്തിട്ടുണ്ട്. ആരുടെ ഉള്ളിൽ? പുരുഷന്റെ ഉള്ളിൽ ദൈവം സീഡ് കൊടുത്തിട്ടുണ്ട്. ഗ്ലോറി, ഞാനും നിങ്ങളും എല്ലാം ആദത്തിന്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ച സീഡുകളാണ്. ഗ്ലോറി, ദൈവം ആദത്തിന്റെ ഉള്ളിൽ സീഡ് കൊടുത്തിട്ടാണ് പറയുന്നത് ബി ഫ്രൂട്ട്ഫുൾ. വിത്ത് ആദ്യം ആദത്തിന്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്, എന്നിട്ടാണ് പറയുന്നത് ഫലമുള്ളവനാകുക. വിത്ത് തരാതെയല്ല പറയുന്നത് ഫലമുള്ളവനാകാൻ, വിത്ത് അകത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്ലോറി, ഹല്ലേലൂയ. ആദത്തിന്റെ ഉള്ളിൽ വിത്തുണ്ട്, ആദത്തിന്റെ ലോയിൻസിൽ വിത്തുണ്ട്, സീഡുണ്ട്. ഗ്ലോറി. പക്ഷേ മൾട്ടിപ്ലൈ ചെയ്യാൻ ഇതാ ഞാൻ നിനക്കൊരു യൂണിറ്റിനെ തരാം. ഗ്ലോറി, ഒരു സ്ത്രീയെ തരാം മൾട്ടിപ്ലൈ ചെയ്യാൻ. അടുത്ത നില കെട്ടണമെങ്കിൽ ഇതാ മൾട്ടിപ്ലൈ, പെരുകുക എന്നുള്ള ഫ്ലോറ്. ഇതാണ് സ്ത്രീകളുടെ പാർട്ട്, പെരുകുക. സീഡ് കൊണ്ട് മാത്രം പെരുകാൻ പറ്റില്ല, ആ സീഡ് ലഭ്യമായാലേ പെരുകുവാൻ പറ്റത്തുള്ളൂ. ഗ്ലോറി, ഹല്ലേലൂയ. ഹെൽപ്പിന് വേണ്ടി ദൈവം വെച്ച ആ യൂണിറ്റ് അല്ലെങ്കിൽ ആ സ്ത്രീകൾ, ഇതാ അവരുടെ ഉള്ളിൽ ദൈവം കൊടുത്ത അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് പുരുഷനില്ലാത്ത ഗർഭപാത്രം ദൈവം സ്ത്രീകൾക്ക് കൊടുത്തത് എന്തിനു വേണ്ടിയാ? ഈ പദ്ധതിക്ക് വേണ്ടിയാ. മൾട്ടിപ്ലൈ, പെരുകണം. പുരുഷൻ സീഡ് തരുമ്പോൾ സ്ത്രീ അത് പെരുക്കണം, മൾട്ടിപ്ലൈ ചെയ്യണം. ഗ്ലോറി, ഇതാണ് സ്ത്രീയുടെ പാർട്ട്, ഇതാണ് സഭയുടെയും പാർട്ട്. ഗ്ലോറി, ഹല്ലേലൂയ. സ്ത്രീയുടെ പാർട്ട് മനസ്സിലായി കഴിഞ്ഞാൽ സഭയ്ക്ക് സഭയുടെ പാർട്ട് എളുപ്പം മനസ്സിലാക്കാം. ഇങ്ങനെയാണ് പുരുഷന് സഹായമായി തീർന്നത്. പെരുക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഗ്ലോറി, അങ്ങനെ ഇതാ ഓരോ സ്ത്രീകൾക്ക് എന്ത് കിട്ടിയാലും, സ്ത്രീകൾ എന്ന് പറയുന്നത് ജസ്റ്റ് ലൈക്ക് എ ഫാക്ടറി അറേഞ്ച്മെന്റ്. ഗ്ലോറി, ഒരു ഫാക്ടറിയിലേക്ക്, ഒരു സിമെന്റ് ഫാക്ടറിയിലേക്ക് ഇതാ ചില വണ്ടികൾ അകത്തേക്ക് പോകുന്നു. ആ വണ്ടികൾ നോക്കുമ്പോൾ ഇതാ കുറെ കല്ലുകൾ അകത്തേക്ക് പോണേ. എന്നാൽ ഇതാ വേറെ കുറച്ച് വണ്ടികൾ പുറത്തേക്ക് ഇറങ്ങുന്നു. ആ വണ്ടികൾ നോക്കുമ്പോൾ കല്ലുകളല്ല, സിമെന്റ് പാക്കറ്റാ പുള്ളിയിലേക്ക് ഇറങ്ങുന്നത്. ഗ്ലോറി, എന്തുവാണ് ഇതിന്റെ ഉള്ളിൽ നടന്നേ? ഈ കല്ലുകള്, ഈ
അസംസ്കൃത വസ്തുക്കളെ ആ സിമെന്റ് ഫാക്ടറിയിൽ പൊടിച്ച് ഇതാ അതിൻ്റെതായ മിശ്രിതമെല്ലാം കൂട്ടിച്ചേർത്ത് ഇതാ തുടർന്ന് അത് സിമെന്റായി പാക്കറ്റുകളിൽ വെളിയിലിറങ്ങുന്നത് പോലെ ഇതാ സഹോദരിമാരെ ദൈവം വെച്ചിരിക്കുന്ന മൾട്ടിപ്ലൈ ചെയ്യാനാ. അവർക്ക് റോ മെറ്റീരിയൽ അവർക്ക് കിട്ടിയാൽ അവരതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇതാ അവരെ ഈ ഭൂമിയിലേക്ക് പുറത്തേക്ക് ഇറക്കുവാനായിട്ട് ഇടയാകും. എന്ത് കിട്ടിയാലും ഇതാ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സഹോദരിമാരുടെ കയ്യിൽ എന്നെ കിട്ടിയാൽ അവരെന്ത് ചെയ്യും? അതിനെ മൾട്ടിപ്ലൈ ചെയ്യും. ചെറിയൊരു വാക്ക് തന്നാൽ അവര് അതിനെ ഒരു എസ്സേ ആക്കി മാറ്റും. ഒരു എസ്സേ തന്നാല് ഒരു നീണ്ട കഥയായിട്ട് കൊടുക്കും. ഒരു നീണ്ട കഥ തന്നാല് ഒരു പ്രബന്ധമാക്കി മാറ്റും. ഇല്ലേ? ഇങ്ങനെ മാറ്റും. ഇതുപോലെ തന്നെയാണ് പുരുഷൻ ദൈവം നിക്ഷേപിച്ച സീഡ് സ്ത്രീകൾക്ക് കൊടുത്താൽ ആ സ്ത്രീകൾ അതിനൊരു ശിശുവാക്കി തിരികെ കൊടുക്കും. ഏകദേശം 10 മാസം കൊണ്ട് ഒരു ശിശുവാക്കി തിരികെ കൊടുക്കും. എന്തോ ചെയ്യണേ? മൾട്ടിപ്ലൈ. അവര് മൾട്ടിപ്ലൈ. ദൈവം പറഞ്ഞു മൾട്ടിപ്ലൈ. ഇതാ പുരുഷന് സീഡ് കൊടുത്തു, സ്ത്രീ അതിനെ സഹായിക്കണം, മൾട്ടിപ്ലൈ ചെയ്യണം. തുടർന്ന് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി എങ്ങനെ റിപ്ലനിഷ് ചെയ്യും? അതിനാണ് കർത്താവ് വിവാഹം വെച്ചിരിക്കുന്നത്. വിവാഹത്തിൽ എന്ത് ചെയ്യണം? ഈ ലഭ്യമായ ഈ കുഞ്ഞുങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ അവർക്ക് വ്യവസ്ഥയില്ല തുടർന്ന് അപ്പനോടും അമ്മയോടും കൂടെ നിൽക്കാൻ. ദൈവം പറയാണ് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് ചേരും. ഗ്ലോറി. എന്തോ സമയമാണ് ഭാര്യയോട് ചേരും. അത് മൾട്ടി യൂണിറ്റായി. ആ സമയം കൊണ്ട് ഈ അപ്പനോട് കൂടെ നിൽക്കുന്ന പുരുഷൻ, ആ മകൻ, അവന്റെ ജീവിതത്തിലെ ദൈവം കൊടുത്ത വിഷൻ ചെയ്യാൻ തയ്യാറായി റെഡിയായി കഴിഞ്ഞു. അത് സെൽ മൾട്ടിപ്ലിക്കേഷൻ പോലെ മറ്റൊരു യൂണിറ്റായി മാറുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? ഇതാ റിപ്ലനീഷ്. അവർ മറ്റൊരു ഭാഗത്തേക്കായി 3-ാം നില കെട്ടുകയായി. അവിടെ 3-ാം നില കെട്ടുകയായി. വിവാഹത്തോടെ 3-ാം നില കെട്ടുകയായി. ഹല്ലേലൂയ. പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് ചേരും. പക്ഷെ ഇന്ന് കാണുന്ന നില തലതിരിച്ച. ഗ്ലോറേ. കാരണം ഇതൊരു തലതിരിഞ്ഞ ലോകമാണല്ലോ. അപ്പോ ഇനി തുടർന്ന് ഇത്രയേ ഈ ഭൂമിയിലെ വിവാഹം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്ത 2 വേണമെങ്കിൽ സ്വർഗീയ വിവാഹം നടക്കണം. കർത്താവായ യേശു ക്രിസ്തുവുമായുള്ള ആ വീണ്ടും ജനനം, ആ സഭയുടെ ആ വീണ്ടും ജനനത്തിലൂടെ, ആ സ്വർഗീയ വിവാഹത്തിലൂടെ അടുത്ത 2 നില കെട്ടാൻ പറ്റൂ. ഇനി അടുത്തത് ഇത്രയും ഭൂമിയിലെ ഈ ജഡത്തിലെ വിവാഹം കൊണ്ട് നടക്കും. എന്നാൽ ഇതിന്റെ മുകളിലേക്ക് സബ്ഡ്യൂ ആൻഡ് ഡൊമീനിയൻ, കിങ്ഡത്തിലേക്ക് വരണമെങ്കിൽ ഭൂമിയിൽ വിവാഹം കൊണ്ട് നടക്കില്ല. കിങ്ഡത്തിലേക്ക് വരണമെങ്കിൽ ഇതാ ഒരുവൻ യേശുവിൻ രക്ഷകനായി സ്വീകരിച്ചാൽ അവനോട് ദൈവത്തിന്റെ വചനം പറയുന്നു, ഇതാ നീ ദൈവരാജ്യത്തിൽ വീണ്ടും ജനിച്ചു, ഇനി അവിടെയുള്ള കാര്യങ്ങൾ നീ ഉപയോഗിച്ചാൽ നിനക്ക് ലോകത്തെ ജയിക്കാം, സബ്ഡ്യൂ ചെയ്യാം. ദൈവത്തിൽ ജനിച്ചതൊക്കെ ലോകത്തെ ജയിക്കുന്നു. സബ്ഡ്യൂ ലൈഫ് വേണമെങ്കിൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ആ മനുഷ്യൻ ദൈവരാജ്യത്തിൽ നിൽക്കണം. അല്ലെങ്കിൽ ഒരു സബ്ഡ്യൂ ലൈഫ് ഇല്ല, ഒരു സ്ലേവ് ലൈഫേ ഉള്ളൂ. ഗ്ലോറി. ഇതുകൊണ്ടാണ് 7 സഭകൾക്കും കർത്താവ് സന്ദേശം കൊടുക്കുമ്പോൾ എന്നാ പറയണേ? പാട്ടുപാടിക്കോ എന്നാണ്. പിന്നെ എന്താ പറയണേ? 7 സഭയോടും പറയാണ് ജയിക്കണം. ബി ആൻ ഓവർകമർ. ഒരു ജയം പ്രാപിക്കുന്ന വ്യക്തിയായി തീരണം. മീൻ സബ്ഡ്യൂ. ഗ്ലോറി. 4-ാം നില കെട്ടിയാലേ 5-ാം നില കെട്ടാൻ പറ്റൂ. ഇതുകൊണ്ടാണ് പറയുന്നത് ജയിക്കുന്നവൻ, സബ്ഡ്യൂ ചെയ്യുന്നവൻ ഡൊമീനിയൻ അവകാശമാക്കും. ഗ്ലോറി. 4-ാം നില കെട്ടുന്നവനെ 5-ാം നില കെട്ടാൻ പറ്റൂ. ഗ്ലോറി. ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും. ഏത്? ഡൊമീനിയൻ, കിങ്ഡം അവകാശമാക്കും. അപ്പോ നമ്മുടെ ഭൂമിയിലെ വിവാഹം കൊണ്ട് നമുക്ക് 3 നില വരെ കെട്ടാം. പക്ഷേ കർത്താവ് യേശുവുമായുള്ള ആ വിവാഹത്തിലാണ് ബാക്കി 2 നിലകൾ കെട്ടാനായിട്ട് പറ്റുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നമ്മളുടെ പദ്ധതി എന്ന് പറയുന്നത് ഈ ആസ് എ ബ്രൈഡ്, കർത്താവിന്റെ മണവാട്ടി എന്നുള്ള നിലയിൽ നമ്മളുടെ പദ്ധതി എന്താ? ആദത്തിന്റെ ഉള്ളിൽ ഇതാ ദൈവം സീഡ്സ് വെച്ചിരുന്നത് പോലെ കർത്താവിന്റെ ഉള്ളിലും സീഡ്സ് വെച്ചിട്ടുണ്ട്. ഗ്ലോറി. കർത്താവിന്റെ ഉള്ളിൽ സീഡ്സ് വെച്ചിട്ടുണ്ട്. ആ സീഡ്സ് ആണ് തന്റെ സഭയ്ക്ക് ദൈവം തരുന്നത്. ഗ്ലോറി. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ദൈവമേ ഇവരുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കണമേ. ഈ ശബ്ദപരിധിയിലുള്ള ഹൃദയങ്ങളെ തുറന്നു കൊടുക്കണമേ. ആദത്തിന്റെ ഉള്ളിൽ ദൈവം സീഡ്സ് വെച്ചിരുന്നത് പോലെ അത് ജഡികമായ സീഡുകളാണ്. ജഡത്താൽ ജനിച്ചത് ജഡം. കർത്താവിന്റെ ഉള്ളിലും ദൈവം സീഡ് വെച്ചിട്ടുണ്ട്. ആത്മാവാൽ ജനിക്കുന്നത് ആത്മാവ്. ഗ്ലോറി. ആ സീഡ്സ് കർത്താവ്
ഈ കർത്താവ് എന്ന് പറയുന്നത് നല്ല ഭർത്താവാ. സീഡ് ഉണ്ടോ എല്ലാവർക്കും കൊടുക്കത്തില്ല. സീഡ് വൈഫിന് മാത്രമുള്ളതാ. ഗ്ലോറി. എല്ലാവർക്കും കൊടുക്കത്തില്ല, വൈഫിന് മാത്രമുള്ളതാ. ഗ്ലോറി. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി മാത്രം പ്രത്യാശിക്കുന്ന, ഇതുകൊണ്ടാണ് കർത്താവ് ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറില്ലേ സഹോദരങ്ങളെ, വ്യഭിചാരികളായുള്ളവരെ, ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ് നിങ്ങൾ അറിയുന്നില്ലേ? കർത്താവ് എല്ലാവർക്കും സീഡ് കൊടുക്കില്ല. ഗ്ലോറി. തൻ്റെ ഭാര്യയ്ക്ക് മാത്രമേ കൊടുക്കൂ. തൻ്റെ ഭാര്യയ്ക്ക് മാത്രമേ സീഡ് കൊടുക്കൂ. അങ്ങനെ കർത്താവ് തരുന്ന സീഡ് ഭാര്യ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഇതാണ് യഥാർത്ഥ ഭാര്യ. കർത്താവ് തരുന്ന സീഡ്, സഭയ്ക്ക് തരുന്ന സീഡ് സഭ മൾട്ടിപ്ലൈ ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ കർത്താവിന് തക്ക ഹെൽപ്പായി തീരുന്നത്. കർത്താവിന് തക്ക ഹെൽപ്പ്. കർത്താവ് എന്നാ പറഞ്ഞ്? യോഹന്നാൻ 9:5 പറയാണ്, ഞാൻ ലോകത്തിലുള്ളപ്പോൾ ഞാൻ ആരാ? ഞാൻ ലോകത്തിന്റെ വെളിച്ചമാ. എന്നാൽ ഞാൻ ലോകത്തൊന്ന് പോകാൻ പോവുക. അപ്പോ പിന്നെ എങ്ങനെയാ വെളിച്ചം? അപ്പൊ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. ഞാനുള്ളപ്പോ ഞാൻ വെളിച്ചമാണെന്നേ, പക്ഷെ ഞാൻ പോവുക. അപ്പൊ പിന്നെ ആരാണ് വെളിച്ചം? എന്റെ ഭാര്യ. ഞാൻ എങ്ങനെയാ വെളിച്ചമായ? ഞാൻ പിതാവ് തന്ന സീഡ് ഞാൻ ഇവിടെ അങ്ങ് പ്രകാശിപ്പിച്ചു. ഇനി ഞാൻ പോവാണ്. ഇനി ആ സീഡ് ആര് പ്രകാശിപ്പിച്ചാൽ മതി? എന്റെ ഭാര്യയെ നീ അങ്ങ് പ്രകാശിപ്പിച്ചാൽ മതി. ഗ്ലോറി. ഹല്ലേലൂയ. കാരണം നീ എനിക്ക് തക്ക തുണയാ, ഹെൽപ്പാ. ഗ്ലോറി. അപ്പൊ ഇത് മനസ്സിലാക്കുവാനായിട്ടുണ്ട്, ഇതനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ടുണ്ട്. അങ്ങനെ ആ സീഡ് നാം പ്രകാശിപ്പിക്കുമ്പോൾ നാം ലോകത്ത് ജയിക്കും. സബ്ഡ്യൂ, അവർക്കാണ് ഡൊമീനിയൻ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഇതാ നമ്മൾ ഈ ഭാഗം മനസ്സിലാക്കുമ്പോൾ നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുന്നത് നമുക്ക് കാണാം. കർത്താവ് അതിന്റെ 5-ാം വാക്യം പറയാണ്, ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. ഗ്ലോറി. ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ, ജോൺ ചാപ്റ്റർ 9:5, ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാ. എങ്ങനെയാ ലോകത്തിന്റെ വെളിച്ചമാകുന്നേ? സഹോദരങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച്, എങ്ങനെയാ ലോകത്തിന്റെ വെളിച്ചമായേ? ലോകത്തിന്റെ വെളിച്ചം എന്ന് പറഞ്ഞാൽ പിതാവ് തനിക്ക് തന്നത്, താൻ ഈ ജനം ഇരുളി കിടക്കുക, എന്തിനാ ജീവിക്കണേന്ന് പോലും ഇവർക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെയുള്ള ഈ ജനത്തോട് പറയാണ്, ഇതാ നിങ്ങൾ ജീവിക്കുന്ന എന്തിനാണെന്നറിയാമോ? 5-ാം നില കിട്ടാനാ, 5-ാം നില പണിയാനാണ്, ഡൊമീനിയൻ അവകാശമാക്കാനാ. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, കിങ് ഡൊമീനിയൻ നിങ്ങൾക്ക് തരുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ആർക്ക് വെളിച്ചമായി? ലോകത്തിന് വെളിച്ചമായി. എന്തിനാ ജീവിക്കണം എന്നുള്ള വ്യക്തമായ ഐഡിയ ഈ ജനത്തിന് കിട്ടി. അവര് മരണത്തിന്റെ കീഴിൽ മാത്രം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഇതാ യേശുവിനെ അയച്ചിട്ട് ലോകത്തിന്റെ വെളിച്ചമാകുക. ഇരുളടഞ്ഞ മനസ്സിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ഇതാ ഈ വെളിച്ചം കൊടുക്കുകയാണ്. ഇത് നിങ്ങളുടെ അകത്ത് പ്രകാശിക്കട്ടെ, ഇത് നിങ്ങളുടെ അകത്ത് പ്രകാശിക്കട്ടെ. യേശു വെളിച്ചം തരിക. ഞാൻ ലോകത്തിലുള്ളപ്പോൾ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. എങ്ങനെ? ഇതാ വലിയ പവർ ഹൗസിൽ യേശു കത്തിയോ? അല്ലെങ്കിൽ പവർ ഹൗസിന്റെ ലൈറ്റും പിടിച്ചോണ്ടാണോ നടന്നേ? അല്ല. യേശു പിടിച്ച ലൈറ്റ് സുവിശേഷത്തിന്റെ ലൈറ്റാ. ചെറിയ ആട്ടംകൂട്ടമേ ഭയപ്പെടേണ്ട, കിങ്ഡം നിങ്ങൾക്ക് തരുക നിങ്ങളുടെ സ്വർഗത്തിലെ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. ഗ്ലോറി. ഇതാണ് യേശു അയച്ച ലൈറ്റ്. ഹല്ലേലൂയ. ഈ ലൈറ്റ് ഇതാണ് സ്വർഗത്തിലെ ദൈവം അയച്ചത്. അതായത് ഇതാ ഒരാൾ കടന്നു വന്നിട്ട് ഒരു പ്രൊഡക്റ്റ് അറിയിക്കുകയാണ്. നമുക്ക് പറയാം, ഒരു പുതിയ ടൈപ്പ് എയർ കണ്ടീഷൻ അറിയിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പുതിയ ടൈപ്പ് ലൈറ്റ് അറിയിക്കുകയാണ്. ആ ലൈറ്റിന്റെ പേര് ഗ്ലോ ലൈറ്റ് എന്ന് ചിന്തിച്ച്, ഗ്ലോ ലൈറ്റ് ഒരു സങ്കല്പം പറയാണ്. ഗ്ലോ ലൈറ്റ് അറിയിച്ച ആളുടെ പേര് ജോസഫ് എന്ന് പറഞ്ഞ ആള് വന്നിട്ട് ഇതാ ഗ്ലോ ലൈറ്റ്, ഗ്ലോ ലൈറ്റ്, ഗ്ലോ ലൈറ്റ്. നിങ്ങൾ കണ്ടോ? ഗ്ലോ ലൈറ്റ്. ഇതിന് ഇലക്ട്രിസിറ്റിയും വേണ്ട, മറ്റൊന്നും വേണ്ട, ചുമ്മാ വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി, ഇത് കത്തും. ഗ്ലോ ലൈറ്റ്, ഗ്ലോ ലൈറ്റ്. പേരെന്താണ്? ഗ്ലോ ലൈറ്റ്. ഇനി പറഞ്ഞ ആളുടെ പേരെന്താ? ജോസഫ്. അപ്പൊ ഇനി നമ്മളോട് പറഞ്ഞു, ഇത് പോയി അറിയിക്കാൻ പറഞ്ഞു. ഇതാ ഒരു ലൈറ്റും കൊണ്ട് വന്നിരിക്കുന്നു, അതിന്റെ പേരാണ് ഗ്ലോ ലൈറ്റ്. എന്നിട്ട് ഗ്ലോ ലൈറ്റിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ജോസഫ് അങ്ങ് മരിച്ചു. ഗ്ലോ ലൈറ്റിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ജോസഫ് മരിച്ചു. ഈ ജോസഫ് ഇവിടെ വന്നിട്ട് ഗ്ലോ ലൈറ്റ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പൊ നമ്മളോട് പറഞ്ഞത് അറിയിക്കാൻ. നമ്മൾ പോയിട്ട് എല്ലാവരോടും ജോസഫിനെ അറിയിച്ചു. നമ്മൾ പോയിട്ട് എല്ലായിടത്തും ജോസഫിനെ അറിയിച്ചു, ഗ്ലോ ലൈറ്റിനെ മിണ്ടിയില്ല. ഗ്ലോറി. ഹല്ലേലൂയ. ഇത് പറഞ്ഞു വന്ന ജോസഫിനെ അറിയിച്ചു, ജോസഫ് അറിയിച്ചതിനെ അറിയിച്ചില്ല. നമ്മളോട് പറഞ്ഞ നിങ്ങൾ ഈ ലോകത്തിന്റെ പ്രകാശമായി. എങ്ങനെ? പിതാവ് നമ്മുടെ അകത്ത് വെച്ചത് നമ്മൾ അറിയിക്കണം, പബ്ലിഷ് ചെയ്യണം.
ഇത് ജനത്തിന് മനസ്സിലാകുന്നില്ല. എന്റെ ഹൃദയം ഈ നാളിൽ ഭാരപ്പെടുന്നു. എന്റെ ദൈവമേ, ഈ ജനത്തിന്റെ ഹൃദയം ഇത്രമാത്രം കഠിനമായി പോയോ? ഇത് പറഞ്ഞിട്ടും ഇവർക്ക് മനസ്സിലാകുന്നില്ലല്ലോ, ഇവരുടെ അകത്ത് മനസ്സിലാകുന്നില്ലല്ലോ. എന്റെ കുഞ്ഞുങ്ങളെ, ഇതാ ഈ കർത്താവ് യേശു പറഞ്ഞ ആ കിങ്ഡത്തിന്റെ സുവിശേഷമാണ് ഇവിടുത്തെ പ്രകാശം. യേശു അതാണ് പ്രകാശിപ്പിച്ചത്. ഗ്ലോറി. ഇതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഇനി നിങ്ങളാണ് ഇതിന്റെ പ്രകാശം, ഇനി നിങ്ങളാണ്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു, അത് നിലനിർത്താൻ വേണ്ടി എന്റെ ജീവിതം ഞാൻ യാഗമാക്കി. ഗ്ലോറി. ഇനി നിങ്ങളാണിത് പ്രകാശിപ്പിക്കേണ്ടത്. എന്റെ കാന്തേ, എന്റെ ഭാര്യയെ നീയാണിത് പ്രകാശിപ്പിക്കേണ്ടേ. ഗ്ലോറി. ഇതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിലേക്ക് കടന്നു വരുമ്പോ കർത്താവ് യേശുക്രിസ്തു ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ, ഇനി ഞാനെന്നല്ല പറയുന്നേ, മാത്യു ചാപ്റ്റർ 5:14, ഇതാ ഇനി പറയാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. കണ്ടോ, കർത്താവിനെ അനുഗമിക്കുന്ന നമ്മൾ ലോകത്തിന്റെ വെളിച്ചമാണ്. അതായത് കാന്ത, ഇനി നീയാണ് വെളിച്ചം. ഹല്ലേലൂയ. സഹോദരങ്ങളെ, വല്ലതും മനസ്സിലാവുന്നോ? ഈ സമയമല്ല ഉറങ്ങാനുള്ള സമയം. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമ്മളാണ് യഥാർത്ഥ ഭാര്യയാണ് എങ്കിൽ ആ ഭാര്യ ഭർത്താവിന്റെ ഈ ചിന്തകൾക്ക് വെളിച്ചമായി തീരുകയാണ്. ഗോറെ, ഭർത്താവ് കത്തിച്ചതിനെ ഭാര്യ ഉയർത്തിപ്പിടിക്കും. ഗോറെ ഉയർത്തിപ്പിടിക്കും. എന്നിട്ടാണ് പറയുന്നത്, മലമേൽ ഇരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. കിങ്ഡത്തിന്റെ സുവിശേഷം പ്രാപിച്ച ഞാനും നിങ്ങളും മറഞ്ഞിരിക്കാൻ പാടില്ല. ജോലിയുടെ മറവിൽ, ബിസിനസിന്റെ മറവിൽ, എക്സ്ക്യൂസിൽ നാം മറഞ്ഞിരിക്കാൻ പാടില്ല. ഗോറെ, യഥാർത്ഥ ഭാര്യ, യഥാർത്ഥ കാന്തയായി നാം മാറണം. നമ്മുടെ പണി എന്താ? മൾട്ടിപ്ലൈ. എന്ത്? അതും ഇതുമല്ല, കാന്തൻ തന്നത്. കാന്തൻ തന്നത് മൾട്ടിപ്ലൈ ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഹല്ലേലൂയ. മൾട്ടിപ്ലൈ ചെയ്യുക. കർത്താവിന്റെ ചിന്തകൾ മൾട്ടിപ്ലൈ ചെയ്യുക. കിങ്ഡത്തിന്റെ ചിന്തകൾ മൾട്ടിപ്ലൈ ചെയ്യുക. കാരണം ബാക്കി നേടുന്നതൊന്നും ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല, മരണത്തിന്റെ കീഴിലാ. പക്ഷെ കാന്തൻ തരുന്നത് മരണത്തിന്റെ മുകളിലാ, അത് ഇവിടുന്ന് കൊണ്ടുപോകാം. ഇന്നലെ ബൈബിൾ ക്ലാസ്സിന് വന്നവർക്ക് അറിയാം, കർത്താവ് അവരോട് ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ ഇന്ന് അനേകരും പ്രേരണ വരുന്നത് ആരാധിക്കുന്ന, പ്രാർത്ഥിക്കാൻ പോവാ, പ്രാർത്ഥിക്കാൻ. ഓക്കെ, നല്ല കാര്യം. നിങ്ങൾ പ്രാർത്ഥിച്ചു. നിങ്ങൾ പ്രാർത്ഥിച്ചത് പ്രാർത്ഥന ഏതാ? നിങ്ങളുടെ ജോലി കിട്ടണമെന്ന്, നല്ല ജോലി കിട്ടണേ, അല്ലെങ്കിൽ ജോലി കിട്ടണേന്ന് പ്രാർത്ഥിച്ചു. ദൈവം നിങ്ങൾക്ക് നല്ലൊരു ജോലി തന്നു. ജോലി ഉള്ള ആൾ പറഞ്ഞു പ്രമോഷൻ കിട്ടണേന്ന്. കർത്താവ് പ്രമോഷൻ തന്നിട്ട് 3 അക്ക സാലറിയിൽ നിങ്ങൾക്ക് 7 അക്ക സാലറി ആക്കി മാറ്റി. ഗ്ലോറി. ചിന്തിക്കാൻ വയ്യ അല്ലേ? ഗ്ലോറി. അപ്പൊ നിങ്ങളൊരു വാഹനം വേണമെന്ന് പ്രാർത്ഥിച്ചു, സ്കൂട്ടർ വേണമെന്ന് പ്രാർത്ഥിച്ചു, നിങ്ങൾക്ക് കർത്താവ് 3 A380 വിമാനം അങ്ങ് തന്നു. ഗ്ലോറി. ഗ്ലോറി. അപ്പൊ ഇനി അടുത്ത നിങ്ങൾ പ്രാർത്ഥിക്കത്തില്ല, അതോടെ നിങ്ങൾ തീർന്നു. കാരണം നിങ്ങൾ ഇച്ഛിക്കുന്നതിലും യാചിക്കുന്നതിലും ഉപരിയായിട്ടാ കർത്താവ് തന്നെ. നിങ്ങൾക്ക് രോഗം മാറണമെന്ന് പറഞ്ഞ കർത്താവ് നല്ല ഹെൽത്ത് കർത്താവ് തന്നു. ഓക്കെ, എല്ലാം നല്ല കാര്യം, എല്ലാം നല്ല കാര്യം കുഞ്ഞെ. ഇതൊക്കെ തന്നിട്ട് ഇതെല്ലാം കിട്ടി, എന്നിട്ട് നീ ഒരു വട്ടപൂജ്യമായിട്ട് ഇവിടെ തീരും. ഇതെല്ലാം കിട്ടിയാൽ നീ ഒരു വട്ടപൂജ്യമായി ഇവിടെ തീരും. കാരണം ഇതെല്ലാം കിട്ടിയത് മരണത്തിന്റെ കീഴെയാ. ഇതെല്ലാം കിട്ടിയത് മരണത്തിന്റെ കീഴെയാ. ഇതെല്ലാം കിട്ടിയിട്ട് വട്ടപൂജ്യമായിട്ട് തീരും. എന്നാൽ എന്റെയും നിങ്ങളുടെയും കാന്തൻ യഥാർത്ഥത്തിൽ തരാൻ വന്നത് നാം നേടിയാൽ ഇവിടം കൊണ്ട് തീരില്ല. നിത്യം നിത്യം നാം ഭൂമിയെ വാഴുന്നവരായി, ഭൂമിയെ ഭരിക്കുന്നവരായി തീരും. താൽക്കാലികമായത് വേണ്ടെന്നല്ല. കർത്താവ് പറയാണ്, നീ നിത്യമായത് മരണത്തിന്റെ മുകളിലുള്ള ദൈവരാജ്യം അന്വേഷിച്ചാൽ മരണത്തിന്റെ കീഴിൽ നിനക്ക് ആവശ്യമുള്ളതോ അതിന്റെ കൂടെ നൽകപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നാളിൽ ജ്ഞാനികളിൽ ജ്ഞാനിയായ സർവജ്ഞാനിയായ നമ്മളുടെ കാന്തനായ കർത്താവ് യേശുവിന്റെ വാക്കുകൾ കേട്ട് ആ യേശുവിന്റെ പുറകെ പോകുവാൻ തീരുമാനമെടുക്കുക. ഗ്ലോറി. ഇതാ ഈ ലോകം മുഴുവൻ, എസ്പെഷ്യലി ദൈവമക്കളെന്ന് അവകാശപ്പെടുന്ന നല്ലൊരു പങ്ക് യേശുവിന്റെ ദീപം കെടുത്തി കളയുക. എവിടെ കിങ്ഡം വരുന്നോ അവരവിടെ മറച്ചു കളയുക, അവരവിടെ അടുപ്പിക്കുന്നില്ല. ഈ നാളുകളിൽ എങ്കിൽ സഭ ഉണരേണ്ട സമയമായി, യഥാർത്ഥ സഭ ഉണരേണ്ട സമയമായി. അറ്റ് എനി കോസ്റ്റ് എന്റെ കാന്തന്റെ ഈ ചിന്തകൾ ലോകത്തിന്റെ അതിർത്തികൾ വരെ ഞാൻ കൊണ്ടുപോകും എന്നൊരു തീരുമാനം യഥാർത്ഥ സഭ ഈ ശബ്ദപരിധിയിൽ, ഈ കാഴ്ചപരിധിയിൽ കേൾക്കുന്ന വ്യക്തികൾ തീരുമാനമെടുക്കുക. ഇനിയും പിശാച് ജയിക്കാനല്ല, നമ്മുടെ കാന്തൻ തന്റെ കാന്തയിലൂടെ ജയമെടുക്കട്ടെ. ഗോറേ. ഇതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ജയിക്കുന്നവൻ. അതിന്റെ അർത്ഥം പ്രതികൂലങ്ങളുണ്ട്,
വിഷയങ്ങളുണ്ട്. ഇവിടെ നീ ജയമെടുക്കണം. അല്ലാണ്ട് പാട്ടുപാടി ആണുങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരാളും പെണ്ണുങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരാളും പ്രാർത്ഥിച്ച് ഒരു സങ്കീർത്തനം പറഞ്ഞ് വീട്ടിൽ പോണ പരിപാടിയല്ല ഇത് ജയം പ്രാപിക്കേണ്ട പണിയാണ്, ജയം പ്രാപിക്കേണ്ട പദ്ധതിയാ. ദൈവത്തെ സ്തുതിക്കണോ, ദൈവത്തെ ആരാധിക്കണോ, ദൈവത്തിന് നന്ദി പറയണോ, അതൊക്കെ നല്ലത് തന്നെ. പക്ഷെ അതിലുപരി ഞാനും നിങ്ങളും നല്ലൊരു കാന്തയായി, കർത്താവിന് സഹായിയായി, കർത്താവിന്റെ സീഡുകളെ, ചിന്തകളെ, വചനത്തെ, ദൈവരാജ്യത്തിന്റെ മൊഴികളെ ഈ ലോകത്തിന്റെ അവസാനത്തോളം അറ്റത്തോളം എത്തിക്കുവാൻ ഇടയാകണം. കേട്ടില്ലേ? മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ചട്ടെ. റാസൽ കൈമയിൽ ഈ സഭയിൽ ദൈവം ഇത് കത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയും ചെയ്തല്ല, തണ്ടിന്മേൽ അത്രേ വെക്കുന്നത്. അപ്പോഴത് വീട്ടിൽ എല്ലാവർക്കും പ്രകാശിക്കുന്നു. നമ്മുടെ പണി അത് തണ്ടിന്മേൽ വെക്കണം. എല്ലാവരും കാണട്ടെ, എല്ലാവരും കാണട്ടെ. അതുവഴി അനേകർ ദൈവിക ഭവനത്തിലേക്ക് കടന്നു വരട്ടെ. കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതോ നിത്യം. നമ്മുടെ നാഥൻ നമുക്ക് തരുന്നത് കാണാത്തതാ. ആ തലത്തിലേക്ക് പ്രിയ കുഞ്ഞുങ്ങളെ നമ്മുടെ ചിന്തകൾ മാറട്ടെ. ഇനിയും പിശാചിന്റെ കീഴിലുള്ള ഭൂമിയിലുള്ളതല്ല, കർത്താവിന്റെ കീഴിലുള്ള ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പേ. നമ്മുടെ അഫെക്ഷൻ ഇനി ഭൂമിയിലേക്കല്ല, നമ്മുടെ സ്നേഹം ഇനി ഭൂമിയിലേക്കല്ല, നമ്മുടെ സ്നേഹം ഉയരത്തിലേക്കാകട്ടെ. മരണത്തിന്റെ മുകളിൽ നാം വീണ്ടും ജനിച്ചെങ്കിൽ നമ്മൾ എന്തിനാ അവിടെ ജനിച്ചിട്ട് വീണ്ടും ജഡം കൊണ്ട് അവസാനിപ്പിക്കണം? നമുക്ക് അവിടെ തന്നെ തുടരാം. ആ രാജ്യം, ആ ഭവനം, ആ ഭർത്താവിന്റെ വീട് ഭാര്യയ്ക്ക് അവകാശമാക്കാം. ഭർത്താവിന് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഭാര്യയുടേതാ. ഗ്ലോറി ടു ഗോഡ്. ഞാൻ ചിന്തിക്കുന്നു കർത്താവിനോട് സംസാരിച്ചു എന്ന്. പ്രിയ ദൈവത്തിന്റെ ജനമേ, ഈ നാളുകളിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് കർത്താവ് യേശുവിന്റെ ചിന്തകളെ ലോകത്തിന്റെ അവസാനത്തോളം നമുക്ക് അറിയിക്കാം. ദൈവരാജ്യം നമുക്ക് പ്രസംഗിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ഒരു മച്ചിയായ ഭാര്യയായിരിക്കാനല്ല, പകരം ഫലമുള്ള ഭാര്യയായിരിക്കുവാൻ അങ്ങയെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഞാനത് കേട്ട് കർത്താവേ, അങ്ങയുടെ ചിന്തകൾക്കൊത്തവണ്ണം പലപ്പോഴും എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നെ തന്നെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എന്നെ സഹായിക്കണമേ. ഒരു ഫലമുള്ളവളായി തീരുവാൻ എന്നെ അങ്ങ് സഹായിക്കണമേ. ഞാൻ അങ്ങയുടെ കാന്തയല്ലോ, എന്നെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വകീയ പിതാവേ, ഈ കുഞ്ഞുങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ഈ കേട്ട വചനത്തിൻ്റെ മുമ്പാകെ ജയമെടുക്കുവാൻ അങ്ങയുടെ മക്കളെ സഹായിച്ചാട്ടെ. ഒരു യഥാർത്ഥ ഭാര്യയുടെ കടമ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കി. സഭയാവുന്ന ഞങ്ങളത് ചെയ്തെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ അത്ഭുത കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഈ ഹോളിലുള്ള, ഈ ശബ്ദപരിധിയുള്ള സകല ജനത്തെയും അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. സംഗീതം നീ എനിക്കാശ്വാസം, നീ എൻ്റെ സ്നേഹിതനും